ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിസൺ ആൻഡ് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കേരള, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം, ജില്ലകൾ രൂപീകൃതമായ വർഷങ്ങൾ, ഏറ്റവും വലിയ ജില്ല, ഏറ്റവും ചെറിയ ജില്ല, ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഇന്നുള്ള കേരളം 18-ാം നൂറ്റാണ്ടിൽ 3 ഭാഗങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളും, മലബാർ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലുമായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ 3 ഭാഗങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് 18-ാം നൂറ്റാണ്ടിൽ. 1 തിരുവിതാംകൂർ, 2 കൊച്ചി, 3 മലബാർ. ഓക്കെ, ഇതിനകത്ത് തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളും, മലബാർ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലുമായിരുന്നു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഐക്യ കേരളം എന്നൊരാശയം മുന്നോട്ട് വരികയും 1949 ജൂലൈ 1-ന് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി എന്നൊരു സംസ്ഥാനം രൂപീകൃതമാവുകയും ചെയ്യുന്നു. ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. ഈ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഉണ്ടായ ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. അതായത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ രൂപം കൊണ്ട ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. 1949 ജൂലൈ 1-നാണ് ഈ 4 ജില്ലകളും രൂപീകൃതമായത്. ഓക്കെ, അപ്പോൾ 1949 ജൂലൈ 1-ന് രൂപീകൃതമായ ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഇത് തിരുക്കൊച്ചി സംസ്ഥാനത്തിന് കീഴിലായിരുന്നു. അങ്ങനെ 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം രൂപീകരിച്ചു. ഈ സമയത്ത് കേരളത്തിൽ 5 ജില്ലകൾ ഉണ്ടായിരുന്നു. അതായത് തിരുക്കൊച്ചി സംസ്ഥാനം ഇല്ലാതാവുകയും പകരം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ പ്ലസ് മലബാർ എന്നിങ്ങനെ 5 ജില്ലകൾ കേരള സംസ്ഥാനത്ത് ഉണ്ടായി. അങ്ങനെ 1957 ജനുവരി 1-ന് ഈ മലബാർ പിന്നെയും ഡിവൈഡ് ചെയ്ത് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നീ 3 ജില്ലകൾ കൂടി രൂപീകൃതമായി. 1957 ജനുവരി 1. 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ 5 ജില്ലകളുണ്ടായിരുന്നു. പിന്നീട് 57 ആയപ്പോൾ മലബാർ ഡിവൈഡ് ചെയ്ത്, അതായത് 57 ജനുവരി 1-ന് മലബാർ ഡിവൈഡ് ചെയ്ത് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് 3 ജില്ലകൾ കൂടി രൂപീകൃതമായി. അപ്പോൾ 1957 ജനുവരി 1-ന് രൂപീകൃതമായ ജില്ലകളാണ് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്. അതിനുശേഷം 1957 ഓഗസ്റ്റ് 17-ന് ആലപ്പുഴ ജില്ല രൂപീകൃതമായി. 1957 ഓഗസ്റ്റ് 17-ന് രൂപീകൃതമായ ജില്ലയാണ് ആലപ്പുഴ. പിന്നീട് 1958 ഏപ്രിൽ 1-ന് എറണാകുളം ജില്ല ഉണ്ടായി. ഓക്കെ, 1958 ഏപ്രിൽ 1-ന് രൂപീകൃതമായ ജില്ലയാണ് എറണാകുളം. പിന്നീട് 1969 ജൂൺ 16-ന് മലപ്പുറം ജില്ല രൂപീകരിച്ചു. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. 1969 ജൂൺ 16-ന് മലപ്പുറം ജില്ല. അതിന് മുമ്പ് 1958 ഏപ്രിൽ 1-ന് എറണാകുളം ജില്ല. 57 ആഗസ്റ്റ് 17-ന് ആലപ്പുഴ ജില്ല. അതുപോലെ തന്നെ 57 ജനുവരി 1-ന് 3 ജില്ലകൾ രൂപീകൃതമാകുന്നു. മലബാർ ഡിവൈഡ് ചെയ്ത് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്. ഓക്കെ, നെക്സ്റ്റ് 1972 ജനുവരി 26-ന് ഇടുക്കി ജില്ല രൂപീകൃതമാകുന്നു. 1972 ജനുവരി 26-ന് ഇടുക്കി ജില്ല രൂപീകൃതമാകുന്നു. 1980 നവംബർ 1-ന് വയനാട് ജില്ല രൂപീകൃതമാകുന്നു. 1980 നവംബർ 1-ന് രൂപീകൃതമാകുന്ന ജില്ലയാണ് വയനാട്. 1982 നവംബർ 1-ന് പത്തനംതിട്ട ജില്ലയും 1984 മെയ് 24-ന് കാസർഗോഡ് ജില്ലയും രൂപീകൃതമാകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24. ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1984 മെയ് 24-ന് രൂപീകരിച്ച ജില്ലയാണ് കാസർഗോഡ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ പോയിന്റുകൾ നോക്കാം. 18-ാം നൂറ്റാണ്ടിൽ 3 ഭാഗങ്ങളായിട്ടായിരുന്നു കേരളം കാണപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ഇതിനകത്ത് തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളും, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുമായിരുന്നു. അങ്ങനെ 1949 ജൂലൈ 1-ന് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജിപ്പിച്ച് തിരുക്കൊച്ചി എന്നൊരു സംസ്ഥാനം രൂപീകരിക്കുന്നു. ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ജില്ലകളായിട്ട് വരുന്നതാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. ഇതും രൂപീകരിച്ചത് 1949 ജൂലൈ 1-ന് തന്നെയാണ്. അതിനുശേഷം 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. ആ സമയത്ത് തിരുക്കൊച്ചി ഇല്ലാതാവുകയും പകരം ആ 4 ജില്ലകൾ പ്ലസ് മലബാറും കൂടി അടക്കം 5 ജില്ലകൾ കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ പ്ലസ് മലബാർ. ഓക്കെ, ഈ മലബാറിനെ 1957 ജനുവരി 1-ന് ഡിവൈഡ് ചെയ്ത് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്
ജില്ലകൾ രൂപീകൃതമാകുന്നു. അതായത് 1957 നവംബർ 1 രൂപീകൃതമായ ജില്ലകളാണ് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്. ശേഷം 57 ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ലയും 58 ഏപ്രിൽ 1 എറണാകുളം ജില്ലയും 1969 ജൂൺ 16 മലപ്പുറം ജില്ലയും 1972 ജനുവരി 26 ഇടുക്കി ജില്ലയും 1980 നവംബർ 1 വയനാട് ജില്ലയും 1982 നവംബർ 1 പത്തനംതിട്ട ജില്ലയും 1984 മെയ് 24 കാസർഗോഡ് ജില്ലയും രൂപീകൃതമാകുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ കുറച്ച് പോയിൻറ്റ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളൊക്കെയാണ്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതായത് 14 ജില്ലാ പഞ്ചായത്തുകളും 941 ഗ്രാമപഞ്ചായത്തും 152 ബ്ലോക്ക് പഞ്ചായത്തും 87 മുനിസിപ്പാലിറ്റിയും 6 മുനിസിപ്പൽ കോർപ്പറേഷൻസും 21 റവന്യൂ ഡിവിഷൻസും കൺട്രോൾമെൻറ്റുകളുടെ എണ്ണം 1, 140 നിയമസഭാ മണ്ഡലങ്ങളും 20 ലോകസഭാ മണ്ഡലങ്ങളും 9 രാജ്യസഭാ സീറ്റുകളും കേരളത്തിൽ നിലവിലുണ്ട്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14, ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941, ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941, ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻസിൻ്റെ എണ്ണം 6, റവന്യൂ ഡിവിഷൻ്റെ എണ്ണം 21, കൺട്രോൾമെൻറ്റുകളുടെ എണ്ണം 1, അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങൾ 140, 140 നിയമസഭാ മണ്ഡലങ്ങളും 20 ലോകസഭാ മണ്ഡലങ്ങളും 9 രാജ്യസഭാ സീറ്റുകളും കേരളത്തിൽ നിലവിലുണ്ട്. ഓക്കെ, അടുത്ത പോയിൻ്റ് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ജില്ലകൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. അപ്പം ഏറ്റവും വലിപ്പത്തിലുള്ള ജില്ല, അതായത് ഏറ്റവും വലിപ്പമുള്ള ജില്ല ആണ് ഇടുക്കി. രണ്ടാമത് വരുന്നത് പാലക്കാട്, മൂന്നാമത് വരുന്നത് മലപ്പുറം, നാലാമത് വരുന്നത് തൃശ്ശൂർ, അഞ്ചാമത് വരുന്നത് കണ്ണൂർ, ആറാമത് എറണാകുളം, ഏഴാമത് പത്തനംതിട്ട, എട്ടാമത് കൊല്ലം, 8 കൊല്ലം. ഓക്കെ, 9 കോഴിക്കോട്, 10 കോട്ടയം, 11 തിരുവനന്തപുരം, 12 വയനാട്, 13 കാസർഗോഡ്, 14 ആലപ്പുഴ. അതായത് ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. അപ്പോൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇടുക്കിയാണ്, രണ്ടാമത് വരുന്നത് പാലക്കാടാണ്, മൂന്നാമത് വരുന്നത് മലപ്പുറമാണ്, നാലാമത് വരുന്നത് തൃശ്ശൂരാണ്, അഞ്ചാമത് വരുന്നത് കണ്ണൂരാണ്. ആദ്യത്തെ 5 നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. ആദ്യം ഇടുക്കി, രണ്ടാമത് പാലക്കാട്, മൂന്നാമത് മലപ്പുറം, നാലാമത് തൃശ്ശൂർ, അഞ്ചാമത് കണ്ണൂർ, ആറാമത് വരുന്നത് എറണാകുളം, ഏഴാമത് വരുന്നത് പത്തനംതിട്ട, എട്ടാമത് കൊല്ലം, 8 കൊല്ലം ഓർത്ത് വെക്കാം, 8 കൊല്ലം, 9 വരുന്നത് കോഴിക്കോട്, 10 വരുന്നത് കോട്ടയം, 11 വരുന്നത് തിരുവനന്തപുരം, 12 വരുന്നത് വയനാട്, 13 വരുന്നത് കാസർഗോഡ്, 14 വരുന്നത് ആലപ്പുഴ. അപ്പോൾ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയും ഏറ്റവും വലിയ ജില്ല ഇടുക്കിയുമാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഇടുക്കി വരുന്നു, രണ്ടാമത് പാലക്കാട് വരുന്നു, മൂന്നാമത് മലപ്പുറം വരുന്നു, നാലാമത് തൃശ്ശൂർ വരുന്നു, അഞ്ചാമത് കണ്ണൂർ വരുന്നു, ആറാമത് എറണാകുളം വരുന്നു, ഏഴാം സ്ഥാനത്ത് പത്തനംതിട്ടയും, എട്ടാം സ്ഥാനത്ത് കൊല്ലവും, 9-ാം സ്ഥാനത്ത് കോഴിക്കോടും, 10-ാം സ്ഥാനത്ത് കോട്ടയം, 11-ാം സ്ഥാനത്ത് തിരുവനന്തപുരവും, 12-ാം സ്ഥാനത്ത് വയനാടും, 13-ാം സ്ഥാനത്ത് കാസർഗോഡും, 14-ാം സ്ഥാനത്ത് ഏറ്റവും അവസാനം ആലപ്പുഴയുമാണ്. അതായത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല മലപ്പുറവും, 2-ാം സ്ഥാനത്തുള്ള ജില്ല തിരുവനന്തപുരവും, 3-ാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളവും, 4-ാം സ്ഥാനത്തുള്ള ജില്ല തൃശ്ശൂരും, 5-ാം സ്ഥാനത്തുള്ള ജില്ല കോഴിക്കോടും, ഏറ്റവും അവസാനം വരുന്നത് വയനാടുമാണ്. അപ്പോൾ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറമാണ്, ഏറ്റവും കുറവുള്ളത് വയനാടാണ്. രണ്ടാമത് വരുന്ന ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം, മൂന്നാമത് വരുന്നത് എറണാകുളം, നാലാമത് വരുന്നത് തൃശ്ശൂർ, അഞ്ചാമത് കോഴിക്കോട്. ജസ്റ്റ് നമുക്കൊന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ജില്ല മലപ്പുറം, രണ്ടാമത് തിരുവനന്തപുരം, മൂന്നാമത് എറണാകുളം, നാലാമത് തൃശ്ശൂർ, അഞ്ചാമത് കോഴിക്കോട്. ഈ ആദ്യത്തെ 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയാണ് കടൽ തീരമുള്ള ജില്ലകളും കടൽ തീരമില്ലാത്ത ജില്ലകളും. നമുക്ക് ഇതിനകത്ത് 5 ജില്ലകളിൽ കേരളത്തിൽ കടൽ തീരമില്ല. അപ്പോൾ ആ ജില്ലകൾ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 5 ജില്ലകൾ, അതായത് പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, അങ്ങനെ 5 ജില്ലകളാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കടൽ തീരമില്ലാത്ത ജില്ലകളാണ് പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി. പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി. അതുപോലെ തന്നെ ഇതിനകത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻസുകൾ നമുക്കൊന്ന് നോക്കണം. അതായത്
6 മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആണുള്ളത്. അവ ജസ്റ്റ് ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കാം. 1 തിരുവനന്തപുരം, 2 കോഴിക്കോട്, 3 കൊച്ചി, 4 കൊല്ലം, 5 തൃശ്ശൂർ, 6 കണ്ണൂർ. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻസ് 6 ഇതിനകത്ത് 6 നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ. ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മനസ്സിലായെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.